കോഴിക്കോട് വെള്ളയിൽ പ്രൊമോഷൻ റീൽസ് വീഡിയോ ചിത്രീകരിക്കുന്നതിനിടെ 20-കാരൻ മരിച്ച സംഭവത്തിൽ അപകടമുണ്ടാക്കിയത് തെലങ്കാന രജിസ്ട്രേഷൻ ബെൻസ് കാറാണെന്ന് പോലീസ് കണ്ടെത്തി. നേരത്തെ അപകടമുണ്ടാക്കിയത് കേരള രജിസ്ട്രേഷൻ ഡിഫൻഡർ ആയിരുന്നുവെന്ന് എഫ്ഐആറിൽ രേഖപ്പെടുത്തിയിരുന്നു. CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചാണ് അപകടമുണ്ടാക്കിയ കാർ തിരിച്ചറിഞ്ഞത്. ഈ സാഹചര്യത്തിൽ എഫ്ഐആറിനൊപ്പം അനക്സ് റിപ്പോർട്ടും പോലീസ് കോടതിയിൽ സമർപ്പിക്കും. 2 ഡ്രൈവർമാരെയും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. വിവരങ്ങളുമായി റിയാസ് KMR ചേരുന്നു. റിയാസ്, എങ്ങനെ പുരോഗമിക്കുന്നു അന്വേഷണം? നിബിഷ, പോലീസിന് ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വന്നിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്. രാവിലെ പോലീസിന് കൃത്യമായ വ്യക്തത ഉണ്ടായിരുന്നില്ല. അത് സംബന്ധിച്ച വാർത്തകളെല്ലാം തന്നെ നമ്മളടക്കമുള്ള മാധ്യമങ്ങൾ നൽകിയിരുന്നു. അതിന് പിന്നാലെയാണ് പോലീസ് CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിക്കുന്ന രീതിയിലേക്ക്, തീർത്തും ശാസ്ത്രീയമായ രീതിയിലേക്ക് അന്വേഷണം പോയത്. ആ അന്വേഷണത്തിലാണ് നേരത്തെ മോട്ടോർ വാഹന വകുപ്പ് പറഞ്ഞ കാര്യമാണ് ശരി, പോലീസിന്റെ FIRലുള്ള കാര്യമല്ല ശരി എന്ന് വ്യക്തമായിട്ടുള്ളത്. അതായത് CCTVയിൽ നിന്ന് തെലങ്കാന രജിസ്ട്രേഷൻ കാർ ആൽവിനെ ഇടിച്ച് തെറിപ്പിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് ലഭിച്ചത്. ഈ 2 കാറുകളും ഇന്നലെ തന്നെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. ഈ തെലങ്കാന രജിസ്ട്രേഷൻ കാർ എന്ന് പറയുന്നത് ബെൻസ് കാറാണ്. ഇന്നലെ മറ്റൊരു ഡിഫൻഡർ കാർ, ഈ 2 കാറുകളായിരുന്നു ചേസിംഗിൽ ഉണ്ടായിരുന്നത്. ഈ 2 കാറുകൾ തമ്മിലുള്ള ചേസിംഗ് പ്രൊമോഷൻ റീൽസ് വീഡിയോ ചിത്രീകരിക്കുന്നതിനിടെയാണ് വടകര കടമേരി സ്വദേശിയായ 20-കാരൻ ആൽവിൻ കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ആൽവിന്റെ കൊലയിലേക്ക് നയിച്ച ആ കാർ അപകടം ഉണ്ടാക്കിയ സംഭവം അത് ഈ തെലങ്കാന രജിസ്ട്രേഷൻ ആയിട്ടുള്ള ബെൻസ് കാറാണ് എന്ന് വെള്ളയിൽ പോലീസ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നു. അതായത് സ്റ്റേഷന്റെ വടക്ക് ഭാഗത്തുള്ള ഒരു ചെരുപ്പ് മൊത്ത വിൽപ്പന കേന്ദ്രത്തിലെ CCTVയിലാണ് ഇത് സംബന്ധിച്ചുള്ള ദൃശ്യങ്ങളുള്ളത്. ആ ദൃശ്യങ്ങളാണ് പോലീസിന് ലഭിച്ചിട്ടുള്ളത്. അത് പരിശോധിച്ചാണ് വെള്ളയിൽ പോലീസ് ഇൻസ്പെക്ടർ ബൈജു K ജോസും ഒപ്പം തന്നെ SI ഷിനോബും ഈ ഒരു നിഗമനത്തിലേക്ക് എത്തിയത്. മാത്രമല്ല, തെലങ്കാന രജിസ്ട്രേഷൻ ആയിട്ടുള്ള ഈ കാറിന്റെ ബെൻസ് കാറിന്റെ ബോണറ്റിലും കാഷ് ഗാർഡിലും എല്ലാം തന്നെ അപകടം ഉണ്ടാക്കിയതിന്റെ തെളിവുകൾ കണ്ടെത്തിയിരുന്നു. അത് ഇന്നലെ തന്നെ എൻഫോഴ്സ്മെന്റ് RTO CS സന്തോഷ് കുമാർ അടക്കമുള്ളവർ സ്റ്റേഷനിലെത്തി. ഒപ്പം തന്നെ കോഴിക്കോട് RTO PA നസീർ അടക്കമുള്ളവർ സ്ഥലത്തെത്തി ഈ ഒരു കാറാണ് അപകടം ഉണ്ടാക്കിയത് എന്ന് പറഞ്ഞിരുന്നു. അതോടുകൂടിയാണ് ഒരു ആശയക്കുഴപ്പം ഉടലെടുത്തത്. പോലീസിന് വ്യക്തതയില്ല എന്ന കാര്യം വ്യക്തമായത്. അതിന്റെ അടിസ്ഥാനത്തിൽ ആണ് ഇപ്പോൾ പോലീസ് CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ ശേഖരിച്ചുകൊണ്ടുള്ള ഒരു പരിശോധന നടത്തി ഇപ്പോൾ അപകടമുണ്ടാക്കിയത് ബെൻസ് കാറാണ് എന്ന് സ്ഥിരീകരിച്ചത്. ആദ്യം ഡിഫൻഡർ ആണ് എന്ന മൊഴി നൽകിയത് ഈ കാർ ഡീറ്റെയിലിംഗ് സ്ഥാപന ഉടമകളാണ് എന്ന് പോലീസ് വ്യക്തമാക്കുന്നു. അതിനർത്ഥം ഈ പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാൻ കാർ ഡീറ്റെയിലിംഗ് സ്ഥാപന ഉടമകൾ ആസൂത്രിത നീക്കം നടത്തി എന്നുള്ളത് മനസ്സിലാകുന്നു. കാരണം ഒരു അപകടം ഉണ്ടാക്കിയ കാർ ഡിഫൻഡർ ആണ് എന്ന് പറയുമ്പോൾ തന്നെ അതിൽ അപകടത്തിന്റെ പാടുകൾ കണ്ടെത്താത്ത സ്ഥിതിയിൽ കോടതിയിൽ ഇവർക്ക് രക്ഷപ്പെടാൻ സാധിക്കുമായിരുന്നു. എന്നാൽ അത് ആയിരുന്നു അവർ ആദ്യം പോലീസിന് നൽകിയ മൊഴിയിൽ പറഞ്ഞത്. ആ മൊഴിയുടെ അടിസ്ഥാനത്തിലായിരുന്നു പോലീസ് FIR രജിസ്റ്റർ ചെയ്തിരുന്നത്. അത് പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാൻ ആസൂത്രിത നീക്കമാണ് നടത്തിയത് എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ FIRലുള്ള കാറിന്റെ വിവരം മാറ്റി മറ്റൊരു കാറാണ്, അതായത് ഈ ബെൻസ് കാറാണ് അപകടം ഉണ്ടാക്കിയതെന്ന് അന്വേഷണത്തിൽ വ്യക്തമായി എന്ന കാര്യം സംബന്ധിച്ച് ഒരു അനക്സ് റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കുമെന്നാണ് കോഴിക്കോട് ടൗൺ ACP അഷ്റഫ് തെങ്ങിലക്കണ്ടിയിൽ വ്യക്തമാക്കുന്നത്. മാത്രമല്ല, നേരത്തെ തന്നെ നമ്മൾ വാർത്തയിൽ സൂചിപ്പിച്ചതാണ്, ഈ അപകടമുണ്ടാക്കിയ ബെൻസ് കാറിന് ഇൻഷുറൻസ് ഇല്ല, ഒപ്പം റോഡ് ടാക്സും ഇല്ലെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് ബുധനാഴ്ച ട്രാൻസ്പോർട്ട് കമ്മീഷണർക്ക് റിപ്പോർട്ട് നൽകുമെന്ന് RTO അറിയിച്ചിട്ടുണ്ട്. ഒപ്പം ഈ നിർണായക തെളിവ് ഇപ്പോൾ കാണാതായി ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇത് അപകടമുണ്ടാക്കുമ്പോൾ ആൽവിൻ മൊബൈലിൽ ചിത്രീകരണം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്താണ് എതിരെ വന്ന ഈ കാറുകളിൽ ബെൻസ് കാർ ആൽവിനെ ഇടിച്ചു തെറിപ്പിക്കുന്നത്. എന്നാൽ ആ കാർ ഓടിച്ചത് ആരാണെന്ന് ഇതുവരെ പോലീസിന് വ്യക്തമായിട്ടില്ല. 2 ഡ്രൈവർമാരും പരസ്പര വിരുദ്ധമായ മൊഴികളാണ് പറഞ്ഞിരുന്നത്. ആൽവിന്റെ മൊബൈലിലെ ദൃശ്യത്തിൽ ഇത് വ്യക്തമായി കാണാമെന്നുള്ളതാണ് പോലീസിന്റെ നിഗമനം. എന്നാൽ അപകട സ്ഥലത്ത് നിന്ന് ആ ഫോൺ കാണാതായിട്ടുണ്ട്. ഇത് സംശയം ജനിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ മൊബൈൽ ഫോൺ കണ്ടെത്താനുള്ള ഒരു പരിശ്രമം പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ 2 പേരാണ് കസ്റ്റഡിയിലുള്ളത്. ഒരു വാഹനത്തിന്റെ ഡ്രൈവറായിട്ടുള്ള സാബിത്ത് റഹ്മാൻ കല്ലിങ്കൽ, മറ്റൊന്ന് മുഹമ്മദ് റയീസ്. അവർ ഇതുവരെ കുറ്റസമ്മതം നടത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് ബുധനാഴ്ച 2 പേരെയും കോടതിയിൽ ഹാജരാക്കാനാണ് തീരുമാനം. 2 പേർക്കെതിരെയും കേസ് രജിസ്റ്റർ ചെയ്യും. അതിൽ ഒരാൾ അപകടമുണ്ടാക്കിയ കാർ ഓടിച്ചയാളെന്ന നിലയ്ക്കും മറ്റൊരാൾ നേരിൽ കണ്ട കുറ്റകൃത്യം മറച്ചുവെച്ചു എന്ന നിലയ്ക്കുമാണ് 2 പേരും കുറ്റക്കാരാണെന്ന് പോലീസ് പറയുന്നത്. അതുകൊണ്ട് തന്നെ 2 പേരെയും കോടതിയിൽ ഹാജരാക്കും. കൂടാതെ ഫോറൻസിക്കിന്റെ പരിശോധന ഇന്നുണ്ടാകുമെന്നുള്ള കാര്യം പോലീസ് അറിയിക്കുകയാണ്. നിബീഷ്.
റിയാസ്, ഈ മരിച്ച ആൽവിന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ എപ്പോഴാണ്? സംസ്കാരം എവിടെ വെച്ചാണ് നടക്കുന്നത്? ഈ ആൽവിൻ ഒരു കിഡ്നി പേഷ്യന്റ് ആണെന്നുള്ള വിവരമൊക്കെ ലഭിക്കുന്നുണ്ടല്ലോ. എങ്ങനെയാണ് ഈ ആൽവിൻ ഈ ചിത്രീകരണത്തിലേക്ക് എത്തിയത്? ഈ വടകര കടമേരി സ്വദേശി ആൽവിൻ 20 വയസ്സ് മാത്രമുള്ള ചെറുപ്പക്കാരനാണ്. ഈ ചെറുപ്പക്കാരൻ എന്ന് പറയുന്നത് നേരത്തെ കിഡ്നി സംബന്ധമായ അസുഖം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഭാരമുള്ള വസ്തുക്കൾ എടുത്തുകൊണ്ടുള്ള ജോലിയൊന്നും ചെയ്യരുത് എന്ന് ഡോക്ടർമാർ നിർദ്ദേശിച്ചിരുന്നു. പക്ഷേ ആ ഒരു യുവാവിനെ സംബന്ധിച്ച് വളരെ ഒരു കഷ്ടപ്പാടുകൾ ഉള്ളത് കൊണ്ട് തന്നെ പിന്നീട് ഇത്തരത്തിലുള്ള റീൽസ് ചിത്രീകരണം അല്ലെങ്കിൽ പ്രൊമോഷൻ വീഡിയോ ചിത്രീകരണം തുടങ്ങിയ കാര്യങ്ങളുമായി, ഛായാഗ്രഹങ്ങളുമായി, ക്യാമറ ജോലികളുമായി മുന്നോട്ട് പോകുന്ന ഒരു ചെറുപ്പക്കാരനായിരുന്നു. ആ ചെറുപ്പക്കാരനാണ് ഇന്നലെ റീൽസ് ചിത്രീകരണത്തിന് അപകടമുണ്ടായി മരിച്ചത്. ഒരുപക്ഷെ നമ്മൾ ആദ്യം റീൽസ് ചിത്രീകരണത്തിന് അപകടമുണ്ടായി യുവാവ് മരിച്ചു എന്ന വാർത്ത നൽകുമ്പോൾ തന്നെ ആ വാർത്തകൾക്കടിയിൽ വരുന്ന കമന്റുകൾ, റീൽസ് ചിത്രീകരണത്തിനിടെ ഒരാൾ മരിച്ചാൽ കുഴപ്പമില്ല എന്ന രീതിയിലുള്ള കമന്റുകൾ വരുമ്പോൾ സ്വാഭാവികമായും ഇത് എന്തോ റീൽസ് എടുക്കുന്നതിനിടെ, സ്വയം റീൽസ് എടുക്കുന്നതിനിടെ മരിച്ചു എന്ന തരത്തിലാണ് പലരും തെറ്റിദ്ധരിച്ചിരുന്നത്. പക്ഷെ അതല്ല ശരി. കാരണം ഈ യുവാവിന്റെ ജോലിയുടെ ഭാഗമായി പ്രൊമോഷൻ വീഡിയോയും പ്രൊമോഷൻ റീൽസും എടുത്തു കൊടുക്കുന്ന ഒരു ക്യാമറമാനാണ്. വൃക്കരോഗിയാണ്, ഡയാലിസിസ് പേഷ്യന്റ് ആണ് അദ്ദേഹം. അങ്ങനെയുള്ള ഒരാൾ ഈ അദ്ദേഹത്തിന്റെ കൃത്യനിർവഹണത്തിൽ നടത്തുന്നതിനിടെ ആരാണോ അദ്ദേഹത്തെ ആ ഡ്യൂട്ടി ചുമതല ഏൽപ്പിച്ചത്, ആ ഏൽപ്പിച്ച ആളുകളുടെ വാഹനം തന്നെ വന്നിടിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെയാണ് ദാരുണമായി ഈ യുവാവ് മരണത്തിന് ഇരയാകേണ്ടി വന്നത്. ആൽവിന്റെ മൃതദേഹം കോഴിക്കോട് ബീച്ച് ആശുപത്രി മോർച്ചറിയിലാണ് ഇപ്പോൾ സൂക്ഷിച്ചിരിക്കുന്നത്. രാവിലെ 10 മണിയോടുകൂടിയാണ് ആൽവിന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ തുടങ്ങുക. വടകര കടമേരി സ്വദേശിയാണ്. ആ വടകര കടമേരിയിലായിരിക്കും പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ആൽവിന്റെ സംസ്കാര ചടങ്ങുകൾ നടക്കുക. ലിബി.